Hello and welcome to the new video. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം പറഞ്ഞത് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് സിഗ്നൽസ് ആയിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് എനർജി സിഗ്നൽ ആൻഡ് പവർ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ മുന്നേ ഒരു സിഗ്നലിൻ്റെ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കറിയണം. അതിൻ്റെ ബേസിലാണ് സിഗ്നൽ നമ്മൾ എനർജി സിഗ്നലും പവർ സിഗ്നലായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് സിഗ്നലിൻ്റെ എനർജി വാല്യൂവും പവർ വാല്യൂം എന്താണ് എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ എനർജി സിഗ്നലും പവർ സിഗ്നലായിട്ട് സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എനർജിയും പവറും കണ്ടിന്യൂസ് ടൈം കേസിലും ഡിസ്ക്രീറ്റ് ടൈം കേസിലും കാണേണ്ടി വരും. നമുക്കറിയാം കണ്ടിന്യൂസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയബിൾ ടി ആയിരിക്കും, ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയബിൾ എൻ ആയിരിക്കും എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലും ഇക്വേഷൻസ് സംവാട്ട് സിമിലർ തന്നെയാണ്, പക്ഷേ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ അത് ശ്രദ്ധിക്കാം. ഫോർ എനി signal x of t, the total energy is given by limit energy E is equal to limit t tend to infinity integral minus 2 to t mod x of t square dt joules. So energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ മോഡുലസ് വാല്യൂ എടുത്ത് സ്ക്വയർ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക മൈനസ് ടി ടു ടി. ആ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ലിമിറ്റ് ഇങ്ങനെ എഴുതുന്നതിന് പകരം വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി ജൂൾസ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, E is equal to limit t tend to infinity integral minus t to t mod x of t square dt. അത്രയും ജൂൾസ് ആണ് എനർജി എന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മളിവിടെ ആവറേജ് പവറും കണ്ടുപിടിക്കും. ആവറേജ് പവർ ഈസ് ഗിവൺ ബൈ ലിമിറ്റ് t tend to infinity 1/2t integral minus t to t mod x of t square dt. അത്രയും വാട്ട്സ്. ഓക്കെ, ഇവിടെയും ലിമിറ്റ് പുറത്താണ് t tend to infinity എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്, ഉള്ളിലേക്ക് എടുക്കുന്നില്ല. ഇതാണ് എനർജി ഓഫ് എ continuous time signal and this is the average power of a continuous time signal. Okay, so എനർജീനെ ഒരു 1/2t വെച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ, ഫോർ എനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ദ ടോട്ടൽ എനർജി ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സ്ക്വയർ. അത്രയും ജൂൾസ് ആയിരിക്കും അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, ഇവിടെ മറ്റോടത്തെ പോലെ എൻ എടുത്തിട്ട് എന്താ 10 to ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിനെ എഴുതാമായിരുന്നു. അതായത് ഈ എനർജി എന്നുള്ളത് ഇ ഈസ് ഈക്വൽ ടു എന്തെന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ലിമിറ്റ് ക്യാപിറ്റൽ എൻ ടെൻ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ എന്ത് എഴുതേണ്ടി വരും, നമ്മൾ മൈനസ് എൻ ടു എൻ എന്ന് എഴുതാം. നേരെ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് പകരം മറ്റോടത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ കേസിലും അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എനർജി ഈക്വൽ ടു ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ എഴുതിയാലും കുഴപ്പം ഒന്നും ഇല്ല. അതേപോലെ തന്നെ ആവറേജ് പവർ ഈസ് ഗിവൺ ബൈ പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻ ടു ഇൻഫിനിറ്റി 1/2n + 1 സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് എൻ ടു എൻ മോഡ് എക്സ് എൻ സ്ക്വയർ. ജസ്റ്റ് ടിയിൽ നിന്ന് മാറിയിട്ട് എൻ ഡൊമൈനിലേക്ക് ആയി എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അവിടെ കണ്ടിന്യൂസ്ലിലായിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടി വരിക. കണ്ടിന്യൂസ്ലി ഇൻ്റഗ്രേഷനും ഡിസ്ക്രീറ്റിൽ എന്തായിരിക്കും, സമ്മേഷനും ആയിരിക്കും വരിക. അതാണ് വ്യത്യാസം. മോഡുലസ് ഓഫ് ആ സിഗ്നൽ എടുത്ത് അതിനെ സ്ക്വയർ ചെയ്തിട്ടാണ് എന്തായാലും എന്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്, എനർജി ആയാലും പവർ ആയാലും. സോ പവറിൽ വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്തായാലും ആ ടൈം വാരിയബിൾ അവിടെ വരും. അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സിഗ്നലിൻ്റെ എനർജിയും പവറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.